ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ആം യുവർ സാബ ഗൗരസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും നമ്മുടെ എത്തിക്കൽ ഹാക്കിംഗ് ട്രെയിനിങ്ങിലോട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഫൈൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ലാബ് സെറ്റപ്പ് ആയിരിക്കും. അതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ബേസിക്സ് നെറ്റ്വർക്കിങ്ങിൻ്റെ ബേസിക്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. ലൈക്ക് നെറ്റ്വർക്കിംഗ് ടോപ്പോളജീസ്, ദെൻ നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഏതൊക്കെയാണ്, മീഡിയംസ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ IPv4 അഡ്രസ്, അതേപോലെ IPv6 അഡ്രസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന്റെ ബേസിക്സ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ചെറിയൊരു നോട്ട് അയക്കുന്നുണ്ട്. ഐ മീൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിൽ ഇതിന്റെയൊക്കെ ജസ്റ്റ് ഒരു ബേസിക്കും കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊന്ന് വാച്ച് ചെയ്താൽ മതി. വാച്ച് ചെയ്യല്ല, വായിച്ചു വെക്കാൻ മതി. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ലാബ് സെറ്റപ്പ് ആയിരിക്കും. നമ്മൾ ആദ്യം തന്നെ നമുക്ക് വെർച്വൽ ബോക്സ് ആണ് വേണ്ടത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന OS എന്ന് പറയുന്നത് ഖാലി ലിനക്സ് ആയിരിക്കും. അപ്പൊ ഇപ്പൊ എന്റെ വിൻഡോസ് അല്ല മെഷീൻ. അപ്പൊ വിൻഡോസ് മെഷീന്റെ ഉള്ളിൽ എനിക്ക് വേറെ കുറെ മെഷീൻസ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, വെർച്വലി ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇവിടെ എന്താണ്, ഒറാക്കിൾ VM വെർച്വൽ ബോക്സ് ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഡൗൺലോഡ് ചെയ്യുക, നോർമൽ ഇൻസ്റ്റാളേഷൻ, വേറെ സ്റ്റെപ്പ് ഒന്നുമില്ല. ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദെൻ പിന്നെ നമുക്ക് വേണ്ട എന്താണ്, ഖാലി ലിനക്സ് ആണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക, khali.org എന്നുള്ളതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എൻ്റെ നെറ്റ് ഭയങ്കര സ്ലോ ആണ് ഇപ്പോൾ, എന്ത് പറ്റിയെന്ന് അറിയുന്നില്ല. ഓക്കെ, ഇവിടെ വെർച്വൽ മെഷീൻസ് എന്നുണ്ടായിരിക്കും. ആ ഒരു വെർച്വൽ മെഷീൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, 64 ബിറ്റ് ചൂസ് ചെയ്യുക. അതിൽ നമ്മുടെ വെർച്വൽ ബോക്സ് അല്ലേ, ഈ വെർച്വൽ ബോക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അത് ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ, ഒരു 3 GB ഫയലാണത്. 7Z ഫയലായിട്ടായിരിക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുന്നുണ്ടായിരിക്കാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുതിയ ടാബ് എടുത്തിട്ട് 7zip എക്സ്ട്രാക്ടർ എന്ന് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്താൽ മതി. അത് വെച്ചിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന ഖാലി ലിനക്സിന്റെ ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 1 സെക്കൻഡ്, ഇങ്ങനെ ഒരു ഫയലാവില്ല, പകരം ഇതിപ്പോ എവിടെയായിരുന്നു, സോഫ്റ്റ്വെയർസ്, ഇതാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയല്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഫോൾഡർ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയൊന്നും ഉണ്ടാവില്ല, ഈ ബ്ലൂ ആൻഡ് റെഡ് ബ്രൗൺ കളർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും, ഈ ഒരു വെർച്വൽ ബോക്സിനുള്ളിലോട്ട് ഓപ്പൺ ആയിട്ട് വന്നോളും. ഓക്കെ, ദെൻ ഓപ്പൺ ആയിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഖാലി ലിനക്സ് എടുക്കുക, ഇവിടെ സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിൽ വന്നിട്ട് ഇവിടെ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അതിവിടെ ബ്രിഡ്ജ്ഡ് അഡാപ്റ്റർ ആക്കി മാറ്റാം. നിങ്ങളുടെ ചിലപ്പോൾ നാറ്റ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക, പകരം അത് എന്ത് ചെയ്യുക, ബ്രിഡ്ജ്ഡ് അഡാപ്റ്റർ ആക്കിയിട്ട് മാറ്റാം. പിന്നെ എന്തെങ്കിലും എറർ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേയിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഒരു വാർണിംഗ് സിമ്പിൾ പോലെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം അത് ചെക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടോ ഗ്രാഫിക്സ് കൺട്രോളർ കണ്ടോ, ഗ്രാഫിക്സ് കൺട്രോളർ VMSVGA ഇതല്ലേന്ന് തന്നെ കൺഫേം ചെയ്യാം. ഓക്കെ, അത് ഓക്കെ ആണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ആയിരിക്കും, ഷോന് പകരം സ്റ്റാർട്ട് ആയിരിക്കും. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്തുണ്ടാവും, നിങ്ങളുടെ ഖാലി ലിനക്സ് സ്റ്റാർട്ട് ആയിക്കോളും. ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ ഫൈൻ, ലോഡ് ആവട്ടെ കേട്ടോ. ഇവിടെ നല്ല മഴയാണ്, ഇപ്പം മാറി, ഇപ്പൊ മഴയൊക്കെ മാറി സൈലന്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഫ്രീ കിട്ടിയപ്പോഴുന്ന വീഡിയോ ചെയ്യണതാണ്. ഖാലി ലിനക്സ് ഓപ്പണായി, ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ കണ്ടോ, ടെർമിനൽ എടുക്കുക. നമ്മുടെ വിൻഡോസിൽ കമാൻഡ് പ്രോംപ്റ്റ് പോലെ ഇതിലുള്ളതാണ് ടെർമിനൽ. ഇതിൽ എന്ത് ചെയ്യുക, ifconfig എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനൊരു IP അഡ്രസ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റലേഷൻ ഒക്കെ സക്സസ് ആയി എന്നർത്ഥം.
ETHOയിൽ നിങ്ങളുടെ IPv4 അഡ്രസ്സ് കിട്ടുന്നുണ്ടായിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റലേഷൻ സക്സസ് ആയി അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ലാബ് സെറ്റപ്പ് ചെയ്ത് വെക്കുക. നാളെ തൊട്ട് നമ്മൾ നമ്മുടെ ലാബുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഞാൻ ഇതിൽ ഓൾറെഡി ഇപ്പോൾ കുറച്ച് ലാബുകൾ ഒരു ലാബൊക്കെ ചെയ്തിട്ടുണ്ട്, ഡ്രിഫ്റ്റിംഗ് ബ്ലൂസ് എന്നൊക്കെ പറഞ്ഞത്. അത് കുറച്ച് അഡ്വാൻസ് ലെവലൊക്കെയാണ്. നിങ്ങളിപ്പോൾ ഓൾറെഡി പഠിച്ച ആൾക്കാരാണെങ്കിൽ ആ ലാബൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ അപ്പോൾ ലാബ് സെറ്റപ്പ് ചെയ്ത് വെക്കുക. നമുക്ക് നാളെ തൊട്ട് ക്ലാസ്സിലോട്ട് കയറാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.